Hi friends, Domain of Physics and മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ +1 ഫിസിക്സിന്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇങ്ങനെ എടുത്തു വരികയായിരുന്നു. നമ്മൾ മൊത്തം 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡ്, രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. പിന്നീട് നിങ്ങൾ ചോദിച്ചത് പ്രമാണിച്ച് നമ്മുടെ അവസാനത്തെ 2 ചാപ്റ്റർ ആദ്യം എടുത്തു, ഓസിലേഷൻസ്, വേവ്സ്. അങ്ങനെ മൊത്തം 5 ചാപ്റ്റേഴ്സ്, 15 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ 5 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ 6ാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. അതായത് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ടെക്സ്റ്റിലെ എത്രാമത്തെ ചാപ്റ്റർ? 4ാമത്തെ ചാപ്റ്റർ, മോഷൻ ഇൻ എ പ്ലെയിൻ. അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതുവരെ നമ്മളെടുത്ത എല്ലാ ഫോക്കസ് ഏരിയ ക്ലാസ്സുകളുടെയും അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ +1 ഫോക്കസ് ഏരിയ എന്ന പേരിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട്, അതായത് ഫുൾ മാർക്കും സ്കോർ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട്. അതും വെറും 200 റുപ്പീസ് പേയ്മെൻറ്റിൽ, അതായത് വെറും 200 റുപ്പീസ് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യായിരുന്നു. 15 ദിവസം കൊണ്ട് നമ്മളൊരു 15 ചാപ്റ്റേഴ്സ് തീർക്കുന്ന ഒരു കോഴ്സാണ്. അതിൽ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു 8-9 ചാപ്റ്റേഴ്സോളം ആയി. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി നമ്മുടെ ഡൊമൈൻ ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ദെൻ അതിനകത്ത് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതായി കാണുന്ന നമ്പറിൽ 9446550138 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയോ ചെയ്യാം, കോൾ ചെയ്യുകയോ ചെയ്യാം. നമുക്കത് ക്ലാസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്തില്ലെങ്കിലും നമ്മുടെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇൻ കേസ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുക. പിന്നെ കോഴ്സിലാകുമ്പോൾ കുറച്ചും കൂടെ അധികം കാര്യങ്ങൾ, കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകും. അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളുണ്ടെന്ന് മാത്രം. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ 200 റുപ്പീസ് പോലും പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ട് ക്ലാസ് കണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ചാനലിലെ വീഡിയോ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. +1ലും തുടർന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4ാമത്തെ ചാപ്റ്റർ. 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ ചോദിച്ചിരിക്കുന്ന ടോപ്പിക്സ് ഒന്ന് 4.2, അതായത് ചാപ്റ്ററിൻ്റെ തുടക്കം, അതായത് 4.1 എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് നമ്മൾക്ക് ഇൻട്രൊഡക്ഷനാണ്, അതായത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക്കാണ് 4.2 സ്കെയിലാർസ് ആൻഡ് വെക്ടേഴ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോക്കസ് ഏരിയയിൽ തന്നിരിക്കുന്നത് 4.10 എന്ന് പറയുന്ന ഹെഡിങ് ആണ്. 4.10 ദാറ്റ് ഈസ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്ന ഹെഡിങ്. ഓക്കെ, അതായത് സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് 4.10 ആണ്. ദാറ്റ് മീൻസ് 4.3, 4.4, 4.5 തൊട്ട് 4.9 വരെയുള്ള ഓപ്ഷൻ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ല. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കെയിലാർസ് കഴിഞ്ഞ് പിന്നെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിൽ പോലും അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ പ്രൊജക്റ്റൈൽ മോഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ചാപ്റ്ററുകളിലെ ചില ടോപ്പിക്സുകൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ +2-ലെത്തി നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങുമ്പോഴോ ഒക്കെ നമുക്ക് ഉറപ്പായിട്ടും ആവശ്യം വരുന്ന ഒന്നാണ് ഈ ഇടയിൽ വരുന്ന കുറേ കാര്യങ്ങൾ. കാരണം ഫിസിക്സ് പഠിക്കുമ്പോൾ വെക്ടേഴ്സ് എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ആ വെക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്സാണ് ഇതിനിടയിൽ വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വെറുതെ ഫോക്കസ് ഏരിയ മാത്രം പറഞ്ഞു പോവാറില്ല. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ചേർത്തായിരിക്കും പറയുക. അപ്പം നമ്മുടെ കോഴ്സിലാകുമ്പോൾ കുറച്ചും കൂടെ ഡീപ്പാവുമെന്ന് മാത്രം. അതായത് നമ്മുടെ +2-ലെത്തിയാലും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളും കൂടെയൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞു പോകുമെന്ന് മാത്രം. അപ്പോൾ തൽക്കാലം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എങ്കിൽ പോലും ഈ സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സിനെ കുറിച്ചും അതുമായിട്ട് അനുബന്ധപ്പെട്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട, അതായത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ല, ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുനിന്നാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ടോപ്പിക്കാണ്, സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സും. പിന്നെ അത് കഴിഞ്ഞ് ഈ 4.10 വരെ ഉള്ള,
അതായത് 4.10 തൊട്ട് മുമ്പ് വരെ 4.9 വരെയുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാനായിട്ട് പോകുന്നത്. 4.10 അഥവാ പ്രൊജക്റ്റൈൽ മോഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 100% ഷുവറാണ് എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കാണ്. അത് നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. അങ്ങനെ മൊത്തം 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പ്രോബ്ലംസ് നമ്മൾ അവസാനം പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റിവിഷൻ എന്ന് പറയാം. നമ്മൾ +2 ഫോക്കസ് ഏരിയ എക്സാം അതായത് +2 എക്സാം വന്ന സമയത്ത് +2 ചെയ്തതുപോലെ തന്നെ നമ്മൾ +1ൻ്റെയും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നമ്മൾ കേട്ടതാണ്. അവിടെ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, ഫണ്ടമെൻ്റൽ എന്നും ഡിറൈവ്ഡ് എന്നും. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ക്വാണ്ടിറ്റികളെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്നും അതുപോലെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നും. സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്നും വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നും നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്നും വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നും. നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എ ക്വാണ്ടിറ്റി ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ഉള്ളി, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാവിങ് മാഗ്നിറ്റ്യൂഡ്, അവയ്ക്ക് എന്തുണ്ടായിരിക്കണം? മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. 2 ഹാവിങ് ഡയറക്ഷൻ, അവയ്ക്ക് എന്തും ഉണ്ടായിരിക്കണം? ഡയറക്ഷനും ഉണ്ടായിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മളിങ്ങനെ പഠിച്ചിട്ടുള്ളത്. എ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, എ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കാൾഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് and a quantity which have only magnitude are called scalar quantities. ഇതിനകത്ത് നമുക്കൊരു ചെറിയ ചേഞ്ച് വരുത്തണം, കുറച്ചൊരു മാറ്റം വരുത്തണം. കാരണം പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ വെക്റ്റേഴ്സിന് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷനും കൂടെ ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആക്സിലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മൊമെൻറ്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളായിട്ടും. സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ്. അതുപോലെ ടൈം എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ്. അതുപോലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി എക്സാമ്പിളാണ്. അതുപോലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. സ്പീഡ് സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സാമ്പിളുണ്ട്. ഈ എക്സാമ്പിളുകളുടെ കൂട്ടത്തിൽ ഒരു ക്വാണ്ടിറ്റി വരികയാണ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ കേസിലേക്ക് നമുക്കൊന്ന് വരാം. ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അത് നമുക്കറിയാം. കാരണം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് എന്തുണ്ടായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. നമ്മൾ പറയാറുള്ളതാണ് 5 ആംപിയർ കറണ്ട്, അതിനകത്ത് 5 ആണ് മാഗ്നിറ്റ്യൂഡ്. അല്ലെങ്കിൽ 10 ആംപിയർ കറണ്ട്, അതാണ് മാഗ്നിറ്റ്യൂഡ്. ഇനി നമുക്കറിയാം ഇലക്ട്രിക് കറണ്ടിന് ഡയറക്ഷൻ ഉണ്ട്. നമ്മൾ സർക്യൂട്ടുകളൊക്കെ വരയ്ക്കുമ്പോൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഡയറക്ഷനുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹാവിങ് മാഗ്നിറ്റ്യൂഡ്, ഹാവിങ് ഡയറക്ഷൻ, അത് എന്ത് ക്വാണ്ടിറ്റി ആകണമായിരുന്നു? വെക്റ്റർ ക്വാണ്ടിറ്റി ആകണമായിരുന്നു. പക്ഷേ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇതെന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട്, വെക്റ്റേഴ്സിനെ സം ചെയ്യാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 പേനയുണ്ട്. ഒന്നിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്, ഒന്നിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതാം. അപ്പോൾ ഈ 10 സെൻറ്റിമീറ്ററും ഈ 5 സെൻറ്റിമീറ്ററും ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ചാലും ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. ഈ 10ഉം 5ഉം കൂടെ ഞാൻ ഇങ്ങനെ വെച്ചാലും ടോട്ടൽ ലെങ്ത് എത്ര തന്നെയാണ്? 15 സെൻറ്റിമീറ്റർ തന്നെയാണ്. ദാറ്റ് മീൻസ് ലെങ്തിന് അവിടെ ഡയറക്ഷൻ്റെ പ്രശ്നം വരുന്നില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. 10ഉം 5ഉം കൂടെ എങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന എത്രയാണ്? 15 തന്നെയാണ്. ഇനി നമുക്കൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയിലേക്ക് വരാം. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ വരുന്നു എന്ന് കരുതാം. അതായത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ടേക്ക് ഞാനൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു.
വേറൊരാൾ ഇതേ ഡയറക്ഷനിൽ തന്നെ ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഈ ബോഡിക്ക് അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 15 ന്യൂട്ടൺ ഇങ്ങോട്ടേക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഒരു ബോഡിയിൽ 10 ന്യൂട്ടൺ ഫോഴ്സും 5 ന്യൂട്ടൺ ഫോഴ്സും കൂടെ ചേർന്നപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 15 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് കിട്ടി. ഇനി അതേ ബോഡിയിലേക്ക് തന്നെ ഞാൻ എന്താ ഇങ്ങോട്ടേക്കൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു, ഇങ്ങോട്ടേക്കൊരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. നമുക്ക് നല്ലപോലെ അറിയാം ഈ 10 ന്യൂട്ടൺ ഫോഴ്സും 5 ന്യൂട്ടൺ ഫോഴ്സും കൂടെ ചേർന്ന് ഒരിക്കലും 15 ന്യൂട്ടൺ ഫോഴ്സ് ആയിട്ടില്ല, ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. ആദ്യത്തെ കേസിൽ എന്നെ രണ്ടുപേർ അങ്ങോട്ട് മാത്രം വലിക്കുകയാണ്, അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകും. അടുത്ത കേസിൽ എന്നെ ഒരാൾ അങ്ങോട്ടേക്ക് വലിക്കുന്നു, ഒരാൾ ഇങ്ങോട്ടേക്ക് വലിക്കുന്നു. അപ്പോൾ ആരാണോ കൂടുതൽ ഫോഴ്സ് എടുക്കുന്നത് ആ സൈഡിലേക്കായിരിക്കും ഞാൻ പോവുക. പക്ഷേ അയാൾ കൊടുക്കുന്ന അത്രയും ഫോഴ്സിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും മൂവ് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം നോക്കിയാൽ ഇവിടെ 10ഉം 5ഉം കൂടെ ഒരു ബോഡിയിൽ കൂടി ചേർന്നപ്പോൾ 15 മാറി, ഇവിടെ 10ഉം 5ഉം കൂടെ ഒരു ബോഡിയിൽ കൂടി ചേർന്നപ്പോൾ 5 മാറി. അതായത് ഒരേ ബോഡിയിൽ തന്നെ സെയിം ഫോഴ്സസ് ആണ് ആക്ട് ചെയ്തത്, പക്ഷേ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ റിസൾട്ടൻ്റ് ഡിഫറൻ്റ് ആണ്. കാരണം വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ നമുക്ക് നമ്പേഴ്സ് പോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്പേഴ്സ് പോലെ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവിടെയും 15 കിട്ടിയേനെ, ഇവിടെയും 15 കിട്ടിയേനെ. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യാൻ ചില റൂൾസ് ഉണ്ട്. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. ഈ വെക്റ്റർ അഡീഷൻ ലോസ് ഒബേ ചെയ്താൽ മാത്രമേ അവയെ നമുക്ക് വെക്റ്റേഴ്സ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യാറില്ല. 5 ആംപിയർ കറണ്ടും 3 ആംപിയർ കറണ്ടും കൂടെ ആഡ് ചെയ്താൽ അത് എപ്പോഴും എത്ര തന്നെ ആയിരിക്കും? 8 ആംപിയർ കറണ്ട് തന്നെ ആയിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല, ഡയറക്ഷൻ നോക്കാറേയില്ല. അതായത് ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നു 5 ആംപിയർ കറണ്ട്, ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നു 3 ആംപിയർ കറണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് 8 ആംപിയർ കറണ്ട് ആയിരിക്കും. ഇനി ഇതേ സിറ്റുവേഷനിൽ തന്നെ ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നു 5 ആംപിയർ കറണ്ട്, ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നു 3 ആംപിയർ കറണ്ട്. ഇത് രണ്ടും കൂടി ഇങ്ങോട്ടേക്ക് പോവുകയാണ്, ഇത് ഉറപ്പായിട്ടും 8 ആംപിയർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയറക്ഷൻസ് നോക്കാറേയില്ല, ചുമ്മാ നമ്മളെ നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യാം. അപ്പോൾ വെക്റ്റർ അഡീഷൻ ലോസ് ഒബേ ചെയ്യാത്തത് കൊണ്ടാണ് ഇലക്ട്രിക് കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയത്. അപ്പോൾ നമ്മുടെ വെക്റ്ററിൻ്റെ ഡെഫിനിഷനിൽ ചെറിയൊരു മാറ്റം വന്നു. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായാൽ മാത്രം പോരാ, ഒരു പോയിന്റും കൂടെ വേണം. എന്ത് ചെയ്യണം? ഒബേസ് ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻസ് എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. വെക്റ്റർ അഡീഷൻ ലോസ് ഒബേ ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ ഇനി വെക്റ്റേഴ്സിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? എ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഓൾസോ ഒബേസ് ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. അപ്പോൾ ഇനി തെറ്റരുത്, ഇനി വെക്റ്റേഴ്സിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഓൾസോ ഒബേസ് ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. എങ്കിൽ മാത്രമേ അവയെ നമുക്ക് എന്ന് വിളിക്കാൻ പറ്റൂ? വെക്റ്റേഴ്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ വെക്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, സ്കെയിലാസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. സ്കെയിലാസിൻ്റെ എക്സാമ്പിൾ ഓർത്ത് വെച്ചിരിക്കുക, കറണ്ടാണ് സ്കെയിലാറിൻ്റെ ഒരു എക്സാമ്പിൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട എക്സാമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഈ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് പല ക്വാണ്ടിറ്റീസും നമ്മൾ പഠിക്കുമ്പോൾ അവയുടെ ഡയറക്ഷനും കൂടെ ചേർത്ത് വേണം നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ വെക്റ്റേഴ്സിനെ കുറിച്ചാണ് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വെക്റ്റേഴ്സിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വെക്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, വെക്റ്റേഴ്സിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വെക്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. ഒരു വെക്റ്ററിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ലെങ്ത്, നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ ലെങ്ത് എന്തിനെ മീൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്റ്റർ ആയിരിക്കും. അതായത് നമ്മുടെ ഈ വരയ്ക്കുന്ന ഗ്രാഫിക്കലി നമ്മൾ ഈ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ലെങ്ത് മീൻ ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡിനെ ആയിരിക്കും. അതുപോലെ ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷനെ ആയിരിക്കും. ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ. ഇനി നമ്മൾ ഇതിനെ വിളിക്കാൻ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ആണെങ്കിൽ അതിന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, വെക്റ്റർ എ. നമ്മൾ ആ മുകളിൽ ഇതായി ഒരു ആരോ മാർക്ക് ഇടും. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ ഈ ഒരു ആരോ മാർക്ക് കാണില്ല, ബോൾഡ് ലെറ്ററിൽ എഴുതിയിരിക്കും. ബോൾഡ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നതായിരിക്കും വെക്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോഴ്സ് എഴുതുകയാണെങ്കിൽ നമ്മൾ എഫ് എന്ന് എഴുതിയാൽ ഫോഴ്സ് എന്ന് മാത്രം, വെക്റ്റർ എഫ് ആണ് നമ്മൾ ഈ എഴുതുന്നത്. അതുപോലെ വെക്റ്റർ ബി. അപ്പോൾ ഇതാണ് ആ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു വെക്റ്ററിൻ്റെ ഈ ഒരു പോർഷനെ നമ്മൾ ടെയിൽ എന്ന് വിളിക്കാറുണ്ട്, അതുപോലെ ഓർത്ത് വെച്ചിരിക്കുക. ഈ ആരോ പോർഷനെ നമ്മൾ ഹെഡ് എന്ന് വിളിക്കും. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് വെക്റ്റേഴ്സിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഗ്രാഫിക്കൽ ഒരു വെക്റ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ ആ വെക്റ്ററിൻ്റെ എന്താ പറയുക ലെറ്റർ വെച്ച് നമ്മളതെങ്ങനെയാണ് എഴുതുന്നതെന്നൂടെ പറഞ്ഞത്, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക.
ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ സ്കെയിലാർസ് ആൻഡ് വെക്ടേഴ്സ് എന്ന് പറയുന്ന 4.2 എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതാണ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. പല ടൈപ്പ് വെക്ടേഴ്സ് ഉണ്ട്. ഞാൻ നോടിച്ച് പറയാം, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈക്വൽ വെക്ടേഴ്സ് ആണ്. ഈക്വൽ വെക്ടേഴ്സ് ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈക്വൽ വെക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇതൊരു വെക്ടർ ആണെന്ന് കരുതുക, ദിസ് ഈസ് വെക്ടർ എ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈക്വൽ വെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ ഡയറക്ഷനും ഇതേ മാഗ്നിറ്റ്യൂഡും ഉള്ള വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് വെക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, അതായത് രണ്ടു പേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ആൻഡ് ഡയറക്ഷനും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും ഉള്ള വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് വെക്ടർ എ ഈസ് ഈക്വൽ ടു വെക്ടർ ബി. ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ടൈപ്പാണ് നെഗറ്റീവ് വെക്ടേഴ്സ്. മറ്റൊരു കേസ് നെഗറ്റീവ് വെക്ടേഴ്സ്. ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. നെഗറ്റീവ് വെക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇതാണ് ഒരു വെക്ടർ എന്ന് കരുതുക, ദാറ്റ് ഈസ് വെക്ടർ എ. അങ്ങനെയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറാണ് വെക്ടർ ബി എങ്കിൽ ഇവയെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനും ഉള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് വരുന്നതാണ് ദാറ്റ് ഈസ് വെക്ടർ എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വെക്ടർ ബി. ഒന്ന് ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. അടുത്ത മറ്റൊരു വെക്ടേഴ്സാണ് സീറോ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. സീറോ വെക്ടേഴ്സ് എന്താണ്? സീറോ വെക്ടേഴ്സ് നിന്ന് കാര്യമായി പഠിച്ചിരിക്കുക. സീറോ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. സീറോ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സ് അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സീറോ വെക്ടർ. അപ്പോൾ സീറോ വെക്ടർ അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് നൾ വെക്ടർ എന്നും പറയാറുണ്ട്. നൾ വെക്ടർ, സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ. എന്താണ് സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീറോ മാഗ്നിറ്റ്യൂഡ് ഉള്ള, അതായത് മാഗ്നിറ്റ്യൂഡ് ഇല്ലാത്ത എന്ന് നമുക്ക് പറയാം, സീറോ മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോ വെക്ടേഴ്സ് അല്ലെങ്കിൽ നൾ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് എക്സാമിന് ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സീറോ വെക്ടറിന് എക്സാമ്പിൾ പറയാനായിട്ട്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ദ വെലോസിറ്റി വെക്ടർ ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി വെക്ടർ ആണെന്ന് നമുക്കറിയാം. റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് വെലോസിറ്റി 0 ആണെന്നും അറിയാം. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് സീറോ വെക്ടറിന് എക്സാമ്പിൾ ആണ്. ദ വെലോസിറ്റി വെക്ടർ ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. അല്ലെങ്കിൽ ദ ആക്സിലറേഷൻ വെക്ടർ ഓഫ്, അല്ലെങ്കിൽ ദ ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാം. കാരണം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ എന്തായി പറ്റൂ? 0 ആയേ പറ്റൂ. അപ്പോൾ അതൊരു സീറോ വെക്ടർ എക്സാമ്പിൾ ആണ്. അതായത് ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ. അല്ലെങ്കിൽ വെൻ ആൻ ഒബ്ജക്റ്റ് ത്രോൺ അപ്വേർഡ് ദ വെലോസിറ്റി അറ്റ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ്. നമ്മളൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയുകയാണെങ്കിൽ അത് ഏറ്റവും മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോഴുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെർഫോർ അത് സീറോ വെക്ടറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് സീറോ വെക്ടേഴ്സിന് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് ഒറിജിനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് സീറോ വെക്ടറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ അതാണ് സീറോ വെക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊന്നാണ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് യൂണിറ്റ് വെക്ടേഴ്സ്. എന്താണ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വെക്ടറിനെ കിട്ടുന്നത്, ഇപ്പോൾ യൂണിറ്റ് വെക്ടർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ എയുടെ യൂണിറ്റ് വെക്ടർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ക്യാപ്പ് എന്നായിരിക്കും. യൂണിറ്റ് വെക്ടർ ഓഫ് എ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ക്യാപ്പ് എന്നായിരിക്കും. അപ്പോൾ എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. മോഡുലസ് ഓഫ് വെക്റ്റർ എന്ന് എഴുതിയാൽ അത് വായിക്കുന്നത് മോഡുലസ് ഓഫ് വെക്ടറെ, ഇതിൻ്റെ മീനിങ് മാഗ്നിറ്റ്യൂഡ് എന്നാണ്. അപ്പോൾ ഒരു വെക്റ്ററിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? യൂണിറ്റ് വെക്ടർ കിട്ടുക. അപ്പോൾ ഉദാഹരണത്തിന് 5 ന്യൂട്ടൺ ഫോഴ്സ് ടുവേഴ്സ് ഈസ്റ്റ് എന്ന് കരുതാം. ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്വാണ്ടിറ്റിയെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടും 1 ന്യൂട്ടൺ ഫോഴ്സ് ടുവേർഡ്സ് ഈസ്റ്റ്. ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്, ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ.
അപ്പോൾ ഒരു വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ ആ വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ട് വേണ്ടുന്ന 3 യൂണിറ്റ് വെക്റ്റേഴ്സ് ഓർത്ത് വെച്ചിരിക്കുക. അതായത് നമ്മൾ സാധാരണ എക്സ് ആക്സിസ് പറയാറുണ്ട്, വൈ ആക്സിസ് പറയാറുണ്ട്, ഇസഡ് ആക്സിസ് പറയാറുണ്ട്. എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്റ്ററാണ് ഐ ക്യാപ്പ് എന്ന് പറയുന്നത്, വൈ ആക്സിസിലെ യൂണിറ്റ് വെക്റ്ററാണ് ജെ ക്യാപ്പ്, ഇസഡ് ആക്സിസിലെ യൂണിറ്റ് വെക്റ്ററാണ് കെ ക്യാപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം എക്സ് വൈ ഇസഡ് ആക്സിസുകൾ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്. അങ്ങനെയാണ് എങ്കിൽ എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്റ്റർ, ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ അതാണ് ഐ ക്യാപ്പ്, വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ അതാണ് ജെ ക്യാപ്പ്, അതുപോലെ ഇസഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ അതാണ് കെ ക്യാപ്പ്. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്, എക്സും വൈയും എസഡും, ദാറ്റ് മീൻസ് എക്സ് ആക്സും വൈ ആക്സും ഇസഡ് ആക്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസുകളാണെന്ന് നമുക്കറിയാം. അങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസുകൾ ആയതുകൊണ്ട് തന്നെ അതെന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കും, ഐയും കെയും തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കും, ജെയും കെയും തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും, 90 ആയിരിക്കും. Therefore these vectors are also called orthogonal unit vectors. ഐ ജെ കെ ഇവയെ വിളിക്കുന്ന പേരാണെന്ത്, ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ എക്സാമിന് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്, ഐയും ജെയും കെയും ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെക്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചിരിക്കുക. വേറെയുമുണ്ട് പാരലൽ വെക്റ്റേഴ്സ്, സെയിം ഡയറക്ഷനുള്ള വെക്റ്റേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് സെയിം ആവണമെന്നില്ല, ഇവിടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണ് നമ്മൾ പറഞ്ഞു. ഇനി മാഗ്നിറ്റ്യൂഡ് സെയിം ഒന്നും അല്ല, പക്ഷേ ഡയറക്ഷൻ സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും കുഴപ്പമില്ല, ഇതിനെ നമുക്കൊന്ന് വിളിക്കാം പാരലൽ വെക്റ്റേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഡയറക്ഷൻ സെയിം ആണോ അതിനെ നമുക്ക് പാരലൽ വെക്റ്റേഴ്സ് എന്ന് വിളിക്കാം. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്കതിനെ ആൻറ്റി പാരലൽ വെക്റ്റേഴ്സ് എന്ന് വിളിക്കാം. അങ്ങനെ പല ടൈപ്പും ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഈ കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടെണ്ണം, ഒന്ന് യൂണിറ്റ് വെക്റ്റർ എന്താണെന്ന്, ഒന്ന് സീറോ വെക്റ്റർ എന്താണെന്നാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ അഡീഷണലി പറയുകയാണ്, ദ യൂണിറ്റ് വെക്റ്ററിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ദാറ്റ് വെക്റ്റർ ആണെന്ന്. ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, വെക്റ്റർ എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്റ്റർ ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ആണിത്, ഇക്വേഷൻ എന്നല്ല, ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വെക്റ്ററിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ എക്സ് ആക്സിസ് കൺസിഡർ ചെയ്യാം. ഇതാണ് എക്സ് ആക്സിസ്, ഇത് ഒറിജിനാണ് 0, ഇത് എക്സ് ആക്സിസ് ആണ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന പൊസിഷൻ ഇതാണെന്ന് കരുതാം. ഇപ്പോൾ ഒരു 5 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പൊസിഷൻ വെക്റ്റർ നമ്മൾ വരയ്ക്കുമ്പോൾ പൊസിഷനിൽ നിന്നുള്ള ആ പോയിന്റിലേക്കുള്ള വെക്റ്റർ ഇതാണെന്ന് കരുതാം. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം 5 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വെക്റ്ററിനെ നമുക്ക് 5 ഇൻറ്റു ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ, ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്റ്റർ ഐ ക്യാപ്പ്, എനിക്കതിനെ 5 ഐ ക്യാപ്പ് എന്ന് എഴുതാം. അപ്പോൾ 5 ഐ ക്യാപ്പ് എന്ന് കണ്ടാൽ അപ്പോഴേ മനസ്സിലാക്കാതെ എന്താണ്, ഒരു വെക്റ്ററാണ്. അതായത് നമുക്ക് തരുന്ന ഒരു ഇക്വേഷനിൽ ഐ ജെ കെ എന്നിവ ഉണ്ടെങ്കിൽ അപ്പോഴേ ഉറപ്പിച്ചുകൊള്ളുക അതെന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിരിക്കുക പലയിടത്തും. അത് നമുക്ക് ഇവിടെ നിന്നല്ല, നമ്മൾ +2 എത്തുമ്പോഴൊക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ്. ഒരു വെക്റ്ററിനെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എന്ന് എഴുതാൻ പറ്റും, യൂണിറ്റ് വെക്റ്റർ എന്ന് എഴുതാൻ പറ്റും. അതായത് ഒരു വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എന്ത് ചെയ്താൽ മതിയാകും, യൂണിറ്റ് വെക്റ്റർ ചെയ്താൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ തന്നിരിക്കുന്ന ടോപ്പിക്കാണ് പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നതും ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ എന്ന് പറയുന്നത്. 2 ടോപ്പിക്കുകൾ, ഒന്ന് പൊസിഷൻ വെക്റ്റർ, ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉള്ള കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ സ്കെയിലേഴ്സ് ആൻഡ് വെക്റ്റേഴ്സ് എന്ന് പറയുന്ന 4.2 എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ സബ് ഹെഡിങ്ങിൽ വരുന്ന ഒന്നാണ് പൊസിഷൻ വെക്റ്റർ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ എന്ന് പറയുന്നത്. എന്താണ് പൊസിഷൻ വെക്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എക്സ് വൈ ആക്സിസ് എടുക്കുന്നു എന്ന് കരുതാം. ഇതാണ് എക്സ് വൈ ആക്സിസ്, മോഷനെ പ്ലെയിൻ ആണ്. അപ്പോൾ നമുക്ക് 2 ഡയമെൻഷൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നത് ഈ ഒരു പൊസിഷനിലാണെന്ന് കരുതുക. P1 എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് ഒരു പാർട്ടിക്കിൾ, ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് കരുതാം. അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റിന് ഒരു കോർഡിനേറ്റ് ഉണ്ടാവും, എക്സ് വൈ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ്. അങ്ങനെയാണെങ്കിൽ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്റ്റർ. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ വെക്റ്റർ ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്, വെക്റ്റർ ആറാണ്. ഒറിജിനിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്റ്റർ. അതിന് ഇക്വേഷൻ ഉണ്ട്, പൊസിഷൻ വെക്റ്റർ ആർ ഈസ് ഈക്വൽ ടു, ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എക്സും വൈയും ആണെങ്കിൽ നമുക്കതിനെ എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് എന്ന് എഴുതാം.
എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ്. ഈ കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യമൊന്നും നമ്മുടെ ഫോക്കസ് ഏരിയയിലില്ല. ഇതെല്ലാം കഴിഞ്ഞ് മുമ്പോട്ടേക്ക് പോകുമ്പോൾ റെസൊല്യൂഷൻ ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്, നമുക്ക് ഫോക്കസ് ഏരിയയിലില്ല. ആ ഒരു ഹെഡിങ്ങിലാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക, എങ്ങനെയാണ് ഒരു വെക്റ്ററിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് എന്നുള്ള കാര്യം ഇതൊന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ, അതായത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ കോഴ്സിൽ, നമ്മുടെ 200 റുപ്പീസിൻ്റെ ഏറ്റവും തുച്ഛമായ എമൗണ്ടിലെ കോഴ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്ത് നിന്നുള്ള കാര്യങ്ങളൂടെ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ +2 എത്തുമ്പോൾ നിങ്ങൾക്ക് വെക്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ ഉപകാരപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ എൻട്രൻസ് എക്സാമുകൾക്ക് പോകുന്ന സമയത്ത് ആവശ്യം വരും. അപ്പോൾ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ള ടോപ്പിക്കുകൾ, ഒഴിവാക്കാൻ പാടില്ല എന്നാൽ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ടോപ്പിക്കുകളുമാണ്. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെയാണ് പോകുന്നത്. ഇതെന്തായാലും നമ്മൾ ഫോക്കസ് ഏരിയ മാത്രം എയിം ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ഏരിയയിലുള്ള പോർഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ നമ്മുടെ ടോപ്പിക്കിൽ പൊസിഷൻ വെക്ടർ എന്താണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന വെക്റ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പൊസിഷൻ വെക്ടറിൻ്റെ ആ ഒരു ഇക്വേഷൻ എഴുതിയതെന്ന് ഓർത്ത് വെച്ചിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റ് എന്ന് പറയുന്നത് ഒരു 6, 3 എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് കരുതാം. അപ്പോൾ അവിടേക്ക് വരയ്ക്കുന്ന പൊസിഷൻ വെക്ടറാണ് R എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ R എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് 6i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഈ വെക്റ്റർ എന്ന് പറയുന്നത്, ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ വെക്ടറിൻ്റെ വാല്യൂ ആണ് എത്ര എന്ന് പറയുന്നത് 6i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്താണെന്ന് നോക്കാം. നമ്മളിതാ ഇതേ XY ആക്സിസുകൾ എടുക്കുകയാണ്. ഇത് X ആക്സിസ് ആണ്, ഇത് Y ആക്സിസ് ആണ്, ഇത് ഒറിജിൻ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇനീഷ്യലി ഇതാ ഈ ഒരു പോയിന്റിലായിരുന്നു എന്ന് കരുതാം, അതായത് P1 എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു. അപ്പോൾ അതിനൊരു പൊസിഷൻ വെക്ടർ ഉണ്ടാവും. ഇതാണ് ആ പൊസിഷൻ വെക്ടർ, വെക്ടർ R എന്ന് പറയും. ഓക്കെ, വെക്ടർ R. ഓക്കെ, ഞാൻ R1 എന്ന് എടുക്കുന്നു, വെക്ടർ R1. ഇനി ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് കറങ്ങി ഇവിടെ എത്തിയെന്ന് കരുതാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ടിക്കിളിൻ്റെ ഫൈനൽ പൊസിഷൻ എന്ന് കരുതാം. ഓക്കെ, P2 എന്ന് പറയുന്ന പൊസിഷൻ, ഇതാണ് പാർട്ടിക്കിളിൻ്റെ ഫൈനൽ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ ആ ഫൈനൽ പൊസിഷനിലേക്ക് വരയ്ക്കുന്ന വെക്ടർ R2, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൽ പൊസിഷൻ വെക്ടർ, അല്ലെങ്കിൽ ഓക്കെ സിംപ്ലി പൊസിഷൻ വെക്ടർ. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. അങ്ങനെയാണ് നമുക്കറിയാം ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറയുന്നതാണ് ആര്, ഡെൽറ്റ ആർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ലോസ് ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അവിടെ ലോസ് ഓഫ് വെക്ടർ അഡിഷൻ 2 ലോസ് ആണുള്ളത്, ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനും. അതിലെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമ്മൾ പറഞ്ഞു ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഞാനത് പറഞ്ഞ് സമയം കളയുന്നില്ല. ആർക്കെങ്കിലും അത് അഡീഷണൽ ആയിട്ട് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നല്ല അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മളെന്തായാലും ഫോക്കസ് ഏരിയ കംപ്ലീറ്റ്. ഇപ്പോൾ പലർക്കും തോന്നുന്നൊരു കാര്യം ഉണ്ടാവും, നമ്മുടെ കോഴ്സിൽ മാത്രമായിരിക്കും കാര്യങ്ങൾ മൊത്തം പറയുന്നതെന്ന്. ഒരിക്കലുമില്ല. ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ക്ലാസ്സിൽ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരിക്കും. ഒന്നും വിടാതെ ഫോക്കസ് ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് പറഞ്ഞിരിക്കും, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസിൽ പറഞ്ഞിരിക്കും. ഇനി ഫോക്കസ് ഏരിയയിലേക്ക് അത്യാവശ്യം കൂടുതലായിട്ട് വേണ്ട, അതായത് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കാരണം പണ്ട് തൊട്ടേ പഠിച്ചു തുടങ്ങിയതായതുകൊണ്ട് ആദ്യത്തെ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് പഠിച്ചതായിരിക്കാം. ഇനി ഇൻ കേസ് അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ, നമ്മുടെ 15 ഡേയ്സ് ചാലഞ്ച് എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ അതും കൂടെ പറഞ്ഞേ പഠിപ്പിക്കത്തുള്ളൂ. അത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസും നമ്മുടെ കോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. അതായത് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുനിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ പഠിപ്പിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അത് വിട്ടേക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ അനുസരിച്ച് ഈ R1ഉം ഡെൽറ്റ ആറും കൂടെ കൂട്ടുന്നതായിരിക്കും R2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും R2 മൈനസ് R1. നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കാത്തത്, കാരണം നിങ്ങൾ എല്ലാവരും പഠിച്ചതായിരിക്കും. അപ്പോൾ R2 മൈനസ് R1 അതായിരിക്കും എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ജസ്റ്റ് പൊസിഷൻ വെക്ടർ എന്താണെന്നും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്താണെന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് പറഞ്ഞേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക, എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൊജക്റ്റൈൽ മോഷനാണ്. ഫോക്കസ് ഏരിയയിൽ നമുക്ക് തന്നിരിക്കുന്ന നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്ക് പ്രൊജക്റ്റൈൽ മോഷൻ. ആ പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. അതായത് നാളെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഈ മോഷൻ്റെ പ്ലെയിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് സെക്കൻഡ് ക്ലാസ് ആയിട്ട് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷനായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം, അതായത് അടുത്ത ക്ലാസ്സിൽ കാണാം.
അപ്പോൾ എന്തായാലും ഈ വീഡിയോസൊക്കെ അതായത് ഇനി വരുന്ന ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും അതുപോലെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അല്ലെങ്കിൽ ന്യൂമറിക്കൽസും എല്ലാം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. +1 മാത്രമല്ല +2 നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ +1 പഠിച്ച് തുടങ്ങി, നമ്മുടെ +1 ഓൾമോസ്റ്റ് കുറച്ചൊരു 10, 50, 55 ദിവസം കഴിഞ്ഞാൽ അത്രയും ദിവസത്തോളം ആകുമ്പോഴത്തേനും നമ്മുടെ എക്സാമിങ് എത്തുകയാണ്. ആ എക്സാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ +2 കിടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഓൾറെഡി നമ്മൾ +2 പഠിച്ച് തുടങ്ങി കുറേ ചാപ്റ്റേഴ്സ്, അതായത് 2-3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു നോർമൽ കേസ് ആയിരുന്നുവെങ്കിൽ. അപ്പോൾ ഈ ഒരു +1 പഠിക്കുന്ന കൂടുതൽ തന്നെ +2 കൂടെ പഠിച്ചു പിടിച്ച് പോവുക. അപ്പോൾ +2 സ്റ്റേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് +2 CBSE ക്ലാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുപോലെ +2 സ്റ്റേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സും നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വന്ന് സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതായത് +2 സ്റ്റേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള റെഗുലർ ബാച്ച്, അതായത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കംപ്ലീറ്റ് ടോപ്പിക്സ്, ഫോക്കസ് ഏരിയൊന്നുമല്ല, കംപ്ലീറ്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഇൻ കേസ് അടുത്ത വർഷവും ഫോക്കസ് ഏരിയ വന്നാൽ പോലും നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. കാരണം നിങ്ങൾക്കത് നീറ്റ് കീം പോലുള്ള എൻട്രൻസ് എക്സാമുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ സ്റ്റഡി നോട്ട്സ് മെറ്റീരിയൽസ് ഉണ്ടാവും, അതായത് PDF നോട്ട്സ് ഉണ്ടാവും. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും. ഓൺലൈൻ എന്ന് വെച്ചാൽ ലൈവ് ഇൻട്രാക്ഷൻ ക്ലാസ് ആയിരിക്കും. ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കാം. അങ്ങനെ അത്തരത്തിലുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാം നമ്മുടെ ആപ്ലിക്കേഷൻ വഴി തന്നെ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ചെറിയ MCQ ടൈപ്പ് ഓൺലൈൻ എക്സാമുകൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് 2500 rupees. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസൊക്കെ കോഴ്സിലുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9446550138 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ചാപ്റ്ററിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.